ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇന്ന് പാപാങ്കുശ ഏകാദശിയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഭഗവാൻ മഹാവിഷ്ണുവിനെ. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ എത്രത്തോളം ആദരിക്കുന്നുവോ, എത്രത്തോളം ആ ഭഗവാനെ സ്നേഹിക്കുന്നുവോ, എത്രത്തോളം ആ ഭഗവാനെ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നുവോ, അത്രത്തോളം പാപകർമ്മങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും. ഇനി ഈ ജന്മ പാപം മാത്രമല്ല, പൂർവ്വജന്മങ്ങളിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള പാപങ്ങളുണ്ടാവും. ആ പാപങ്ങളാണ് നമ്മളെ പലപ്പോഴും ഈ ജന്മത്തിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളൊരു കുടുംബത്തിൽ ജനിക്കുന്നത് തന്നെ നമ്മുടെ പുണ്യപാപങ്ങളുടെ അളവിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു പാപം കൂടുതലുള്ള കുടുംബത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ഒരുപാട് പാപം ചെയ്ത് കൂട്ടിയിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരുന്നത്. നമുക്ക് നല്ല അച്ഛനും അമ്മയും ഒന്നും അല്ല കിട്ടിയിരിക്കുന്നത്, നല്ല ഭർത്താവിനെ അല്ല, നല്ല മക്കളെ അല്ല, നല്ല ഒരു റിലേഷൻഷിപ്പും അല്ല നമുക്കുള്ളത്, നല്ല നല്ല കാര്യങ്ങളൊന്നും ഇല്ല നമ്മളുടെ ജീവിതത്തിലെങ്കിൽ ആ ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മഫലങ്ങളെക്കുറിച്ച് അംഗീകരിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് സത്യം. അങ്ങനെ തിരിച്ചറിഞ്ഞ് അങ്ങനെ നമ്മളത് മനസ്സിലാക്കി ആ പാപങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ ആരാധിച്ച് ജീവിക്കണം. ദിവസവും നമ്മൾ നാമം ജപിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ പാപങ്ങൾ തീരില്ല. നമ്മളുടെ കർമ്മങ്ങൾ നമ്മുടെ പാപവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭഗവാൻ പറയണു, എല്ലാ കർമ്മങ്ങളും പാപപൂരിതമാണ്. അപ്പോൾ ആ കർമ്മങ്ങളിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു കുശലത കൊണ്ടുവരേണ്ടുന്നത്. എങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം, ആ പാപം ഏൽക്കാതെ ഓരോ കർമ്മങ്ങളും എങ്ങനെ ചെയ്യാം. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ആളുകളുമായിട്ട് ഇടപഴകുന്നത് കർമ്മമാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണതും കർമ്മമാണ്, സമൂഹത്തിന് വേണ്ടി ചെയ്യണത് കർമ്മമാണ്. അപ്പോൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഓരോ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴും അതിലെല്ലാം തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടിയെല്ലാം പാപം നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അതിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഒപ്പം ഭഗവത് സ്മൃതി, ഭഗവത് നാമജപം, ഭഗവാന്റെ പുണ്യ ഗ്രന്ഥങ്ങൾ പാരായണം, സത്പ്രവർത്തികൾ, എത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിന് കൂടിയിട്ടാണ് ഒരു വ്യക്തിയുടെ പൂർവ്വജന്മ പാപത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുക. പൂർവ്വജന്മ പാപം ഇല്ലാണ്ടായാൽ തന്നെയേ ഈ ജന്മത്തിൽ സുകൃതം വന്ന് ചേരുള്ളൂ. ഒക്കെ ചെയ്തിട്ടാണ് ഈ പാപത്തിൽ നിന്ന് പുറത്ത് കടക്കുക. അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് അന്വേഷിക്കണം. അതിന് ഭഗവാനെ ആരാധിച്ച് തുടങ്ങണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. സർവോപരി ആ ഭഗവത് കൃപയുണ്ടെങ്കിൽ എല്ലാ മാർഗങ്ങളും വളരെ സുലഭമായി നമ്മുടെ മുന്നിൽ തന്നെ ഭഗവാൻ എത്തിച്ചു തരും. അപ്പോൾ ആ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക. ആദ്യം തന്നെ ഒന്നും അറിയില്ലെങ്കിലും ആ ഭഗവാനോട് പറയുക. ഭഗവാനോട് നമുക്ക് എന്തും ഏറ്റു പറയാൻ പറ്റും. ഭഗവാനോട് പറയുക, അറിഞ്ഞോ അറിയാതെയോ ഏതൊക്കെയോ ജന്മങ്ങളിൽ ഭഗവാനെ തെറ്റുകൾ ചെയ്തു കൂട്ടി, അതെല്ലാം പുറത്ത് നമ്മെ രക്ഷിക്കണം, നമ്മോട് കരുണ കാണിക്കണം ഭഗവാനെ എന്ന് നിത്യവും ഭഗവാനോട് പറയണം. മനസ്സ് തുറന്ന ഭഗവാന്റെ പാദങ്ങളിൽ വീഴണം നിങ്ങൾ. പിന്നെ നിങ്ങൾ ഒരു പാപകർമ്മവും അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. അറിയാതെ പല തെറ്റുകളും നമുക്ക് സംഭവിക്കും, മനുഷ്യ സഹജമാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാൻ നിൽക്കരുത്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അത്ര എളുപ്പമായിട്ട് വരുന്ന ഒരു കാര്യമേ അല്ല അത്. പക്ഷെ എന്നാലും അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കുക. തെറ്റ് പറ്റിപ്പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെയും ക്ഷമാപണം നടത്തുക. ഉള്ളിൽ നമുക്ക് നമ്മുടെ മനസാക്ഷിയുടെ അടുത്ത് അത് ചെയ്യാൻ ആരുടെയും ആവശ്യമില്ല. നമുക്കത് ചെയ്യാം. ആരോടും ഒരു ഈഗോയുടെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. ഭഗവാന്റെ അടുത്ത് പറയാം, അറിയാതെ പറ്റിപ്പോയി ഭഗവാനെ, ഇന്നത് സംഭവിച്ചു, ഇന്ന് ഞാൻ ഈ തെറ്റ് ചെയ്തു പോയി, ഭഗവാനെ പൊറുക്കണേ, നാരായണ എന്ന ആ ഒരു തുറന്നു പറയാനുള്ള മനോഭാവം നമ്മളിൽ വരുമ്പോൾ അപ്പം തന്നെ ആ പാപം കുറഞ്ഞു വരും. അപ്പം തന്നെ ആ പാപം ചെയ്യാനുള്ള വാസന നമുക്ക് കുറഞ്ഞു കിട്ടും. ഇങ്ങനെ ഓരോ ദിവസവും ആ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അറിയാതെയും അറിഞ്ഞും ഒക്കെ ചെയ്യുന്ന പാപങ്ങളെ നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുത്ത് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിക്കുക. നമ്മളെന്ന വ്യക്തി പരിണമിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് നിത്യവും ചെയ്യുക. ആ ഭഗവാന്റെ അടുത്ത് മനസ്സ് തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ തെറ്റുകളെല്ലാം ഏറ്റു പറയുക. എല്ലാ ദിവസവും ആ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴും ആ ഭഗവാൻ അനുഗ്രഹിച്ച് നമ്മുടെ ഓരോ ദിവസവും നമ്മളെ ആ ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ ഉള്ളത് ഭഗവാൻ നൽകുന്നുണ്ട്. അപ്പോൾ ആ പൊന്നു ഭഗവാനോടുള്ള സ്നേഹവും ആ ഭഗവാനോടുള്ള ആരാധനയിലും ഒരു കുറവും വരുത്താതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ
ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ സുകൃതം ചെയ്ത് പാപകർമ്മങ്ങളിൽ നിന്നും മുക്തി നേടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജന്മത്തെ നമുക്ക് പുണ്യമാക്കി തീർക്കാൻ സാധിക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഹരികൃപയിലൂടെ ഈ ജന്മം മുക്തിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പം എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആ ഭഗവാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.